റേഷൻ ഡോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ മോഹൻലാൽ ലാലേട്ടൻ അമ്മ സംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം ഈ പറഞ്ഞ കണക്ക് ഒരു വിവാദം, അത് സംഘടനയുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം വരുന്ന സമയത്ത് മാധ്യമപ്രവർത്തകരെ ഫേസ് ചെയ്യാതെ, അതായത് അവർക്ക് ഒരു അഭിമുഖം കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് രാജിവെച്ചു കഴിഞ്ഞു. അദ്ദേഹം മാത്രമല്ല, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നാകെ രാജിവെച്ചു കഴിഞ്ഞു. അതിൻ്റെ പുറത്ത് ലാലേട്ടനെ ഇവിടെ ഒരു ഭീരുവാണെന്നുള്ള രീതിയിലൊക്കെ ചില മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന ഞാൻ കണ്ടു. പ്രത്യേകിച്ച് കൂടുതലായിട്ടുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ ലാലേട്ടൻ ഒരു ഭീരുവാണ്. എനിക്ക് തോന്നുന്നു ഒരു 10-11 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിൻ്റെ ഒരു തംബ്നെയിലിൽ ഞാൻ ഇത് കാണാനിടയായി. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ കണക്ക് എനിക്ക് ഇതിനെക്കുറിച്ചൊന്ന് പറയാൻ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാനും അത്തരത്തിലുള്ള ഒരു തംബ്നെയിൽ ഞാനും യൂസ് ചെയ്യുന്നത്. എനിക്കിതിനകത്ത് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാലേട്ടൻ ഇപ്പം അമ്മ സംഘടനയുടെ പ്രസിഡന്റായിട്ടിരിക്കുന്ന ഈ സമയത്ത് ഇത്തരത്തിലുള്ളൊരു വിവാദങ്ങൾ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ലാലേട്ടൻ്റെ ഒരു പ്രതികരണം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ ഒരു മറുവശം, ഒരു മറു ചോദ്യം എന്ന് പറയുന്നത്, ലാലേട്ടൻ ഇത്തരത്തിലുള്ള ഒരു പത്രമാധ്യമങ്ങളുമായിട്ടുള്ള ഒരു സംവാദത്തിന് അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് ഇവിടെ? അതായത് ലാലേട്ടൻ എന്തായിരിക്കും അവിടെ പറയേണ്ടത്? അതിനു മുമ്പ് നമ്മൾ ഓരോരുത്തരും നമുക്കെല്ലാവർക്കും, നമ്മളിപ്പോൾ ഒരു സ്ഥാപനമായിട്ട്, ഒരു സർക്കാർ ഓഫീസാവട്ടെ മറ്റേതെങ്കിലും ഒരു സ്ഥാപനമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ സംഘടനയിൽ മെമ്പർഷിപ്പ് ഉണ്ടാവും. ഇതുപോലെ തന്നെയാണ് അമ്മ സംഘടനയിലും കുറേ ആളുകൾക്ക് മെമ്പർഷിപ്പ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2 ലക്ഷം രൂപയെങ്ങാണ്ടാണ് അവരുടെ ഒരു അത് മെമ്പർഷിപ്പ് എടുക്കാനുള്ള ഒരു ഫീസ്. പിന്നെ അല്ലാതെ വർഷം തോറും മറ്റെന്തോ ഒരു ഫീസും അവർ കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെ എടുത്ത് അവർ സംഘടനയെ നിൽക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അവിടെ പോയിരുന്ന് ജനറൽ ബോഡി മീറ്റിംഗ് വരുമ്പോൾ കുറച്ച് വാചകം അടിക്കാനോ, അല്ലെങ്കിൽ അവിടെ പോയിട്ട് അവിടെ നിന്ന് ഒരു ജ്യൂസോ അല്ലെങ്കിൽ കുറച്ച് മദ്യമോ അല്ലെങ്കിൽ കുറച്ച് വടയും ചായ ഇതൊന്നും കഴിക്കാനല്ല ആരും ഇത്രയും വലിയൊരു തുക കൊടുത്തിട്ട് മെമ്പർഷിപ്പ് എടുക്കുന്നത്. അത്തരത്തിലുള്ള മെമ്പർഷിപ്പ് നമ്മൾ ഓരോരുത്തരും, അമ്മ സംഘടനയിൽ ഉൾപ്പെടെയുള്ള പലരും മെമ്പർഷിപ്പ് എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, നാളെ അവർക്കൊരാവശ്യം വന്നാൽ സംഘടന അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റ് ചെയ്തു വെച്ചിട്ട് നിയമത്തിന്റെ മുമ്പിൽ നാളെ അവർ കുറ്റക്കാരാണെന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ ഒരു സംഘടനയും ആരെയും സംരക്ഷിക്കത്തില്ല. ഒരു സംഘടനയെ ആരെയും സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് പറയാനും പറ്റത്തില്ല. പക്ഷേ എവിടുന്നോ ഒക്കെ തെളിവുകളില്ലാതെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നു എന്ന് പറയുന്ന കുറച്ച് ആരോപണങ്ങൾ ആരുടെയൊക്കെ പേരിൽ കൊണ്ടുവരുമ്പം, അത്തരത്തിൽ നിൽക്കുമ്പം അവരെ സ്വാഭാവികമായിട്ടും സംരക്ഷിക്കേണ്ടെന്ന ഒരു ഉത്തരവാദിത്വം ഒരു സംഘടനയ്ക്കുണ്ട്. കാര്യം ഒന്നുകിൽ അവർ തെറ്റുകാരാണെന്ന് നമ്മുടെ നീതിപീഠം പ്രൂവ് ചെയ്യണം, തെളിയിക്കണം. അല്ലെങ്കിൽ അവരെ ജസ്റ്റ് ഒന്ന് പോലീസെങ്കിലും ആ കേസുമായിട്ട് ബന്ധപ്പെട്ട അറസ്റ്റ് ചെയ്യണം. ഇത് രണ്ടും ഇല്ലാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം ലാലേട്ടൻ മാധ്യമപ്രവർത്തകരെ കാണുമ്പം ലാലേട്ടന് പറയാൻ സാധിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ലാലേട്ടന് പറയാൻ പറ്റും ഇവരെ തെറ്റുകാരായതുകൊണ്ട് ഇവരെ ഞാൻ സംഘടനയിൽ നിന്ന് പുറത്താക്കുന്നെന്ന് പറയാൻ പറ്റും. പക്ഷേ ശരിക്കും അതൊരു നല്ല രീതിയിലുള്ള ഒരു തീരുമാനമായിരിക്കുമോ ലാലേട്ടൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ? കാരണം ഈ കാലം ഇത്രയും ലാലേട്ടനോടൊപ്പം ലാലേട്ടൻ്റെ വിവിധ സിനിമകളിൽ അഭിനയിച്ച സഹപ്രവർത്തകർ ഒരു ദിവസം അവരുടെ പേരിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നു, ഈ അടുത്ത കാലത്തൊന്നും അല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നു എന്ന് പറഞ്ഞിട്ട് കുറേ ആരോപണങ്ങൾ വരുന്നത്. അപ്പോൾ ഒന്നും മുഖം നോക്കാതെ ഇവരെ എല്ലാം ലാലേട്ടൻ അങ്ങ് പുറത്താക്കിയെന്നിരിക്കട്ടെ, എന്നിട്ട് നിയമ നടപടികളുമായിട്ട് അവർ മുന്നോട്ട് പോയിട്ട് അവർക്ക് ഇവിടുത്തെ നീതിപീഠം അവരെ കുറ്റവിമുക്തരാക്കണം എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഈ ലാലേട്ടൻ ഇവരെ എങ്ങനെ ഫേസ് ചെയ്യും ഇവർ? കാര്യം നീതിപീഠം അവരെ വെറുതെ വിട്ടെന്ന് വിചാരിക്കുക. അപ്പം ആ സമയത്ത് ലാലേട്ടൻ ഇവരെ ഓരോരുത്തരോടും ലാലേട്ടൻ എന്ത് സമാധാനമായിരിക്കും പറയാൻ പറ്റുന്നത്? എന്തിനായിരിക്കില്ല ഇവരെ പുറത്താക്കിയെന്ന് ലാലേട്ടൻ ഇവരോട് ഓരോരുത്തരോടും പറയും. അപ്പം അതുകൊണ്ട് ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു നടപടി ആ ഒരു പത്രമാധ്യമങ്ങളെ കാണുന്ന സമയത്ത് പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് സാധ്യമായ കാര്യമല്ല. ലാലേട്ടനാണെങ്കിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ പോലും അല്ലാത്ത മമ്മൂക്കയാണെങ്കിലും ശരി, ഇവരുടെ രണ്ടുപേരുടെയും കാര്യമാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് ലാലേട്ടൻ ഒരു ഔദ്യോഗിക ഭാരവാഹി കൂടി ആയതുകൊണ്ട്, അതായത് ഈ സംഘടനയുടെ പ്രസിഡന്റ് കൂടിയായിട്ടാണ് ലാലേട്ടൻ്റെ പേര് എടുത്തു പറയുന്നത്. ഇനി ലാലേട്ടൻ വന്നിട്ട് മാധ്യമപ്രവർത്തകരുമായിട്ട് കാണുമ്പോഴത്തേക്ക് ലാലേട്ടൻ പറയുക അങ്ങനെ ഒരു നടപടി ഇപ്പോൾ എടുക്കാൻ സാധിക്കത്തില്ല, ഇവരെ നീതിപീഠം തെറ്റുകാരായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ ഇവരെ നമുക്ക് സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ പറ്റൂ എന്നങ്ങാനും ലാലേട്ടൻ വന്നൊന്ന് പറഞ്ഞെന്നിരിക്കട്ടെ. പിന്നെ ആ മനുഷ്യന് സമാധാനമായിട്ട് ജീവിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ സമ്മതിക്കുമോ? അദ്ദേഹത്തിന് ഒരു സ്വസ്ഥമായിട്ട് ഏതെങ്കിലും ഒന്ന് ഇരിക്കാൻ സമ്മതിക്കുമോ? ആ മനുഷ്യൻ പിന്നെ നീറിപ്പോഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. കാര്യം ഇവരെല്ലാം കൂടെ എഴുതി വിടുന്ന ചാനലിൽ ഫ്ലാഷ് ന്യൂസ് എന്തായിരിക്കും കൊടുക്കുന്ന? മോഹൻലാൽ കുറ്റക്കാരായിട്ടുള്ള ആൾക്കാരെ മോഹൻലാൽ സംരക്ഷിക്കുന്നു, മോഹൻലാൽ ഇരയ്ക്കൊപ്പമല്ല വേട്ടക്കാർക്കൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും മാധ്യമങ്ങളിലൂടെ അടിച്ചു വിടാൻ തുടങ്ങുന്നത്. പിന്നെ ലാലേട്ടനെ സ്വസ്ഥമായിട്ടൊന്ന് ഊണ് കഴിക്കാൻ പോലും പറ്റത്തില്ല മനുഷ്യന്. അപ്പം ഇതൊക്കെ പേടിച്ചിട്ടായിരിക്കും അദ്ദേഹം ഈ മാധ്യമങ്ങൾക്ക് മുമ്പിലോട്ട് വരാത്തത്.
കാര്യം ഇവിടെ പറയുന്നതല്ല റിപ്പോർട്ട് ചെയ്യുന്നത്. 2 ദിവസം മുമ്പ് തന്നെ ധർമ്മജൻ ഇതുമായിട്ട് മറ്റേ സംഘടനയുടെ പുതിയ പ്രസിഡന്റിനെ സംബന്ധിച്ചുള്ള സംസാരിച്ചപ്പം ധർമ്മജൻ പറഞ്ഞത് എന്താണ്, മമ്മൂക്കയെ ലാലേട്ടനെ പോലുള്ളവർ നിൽക്കുന്നത് കൊണ്ടാണ് 3 കോടിയൊക്കെ പൈസ കൊടുത്തിട്ട് ഈ അമ്മ സംഘടനയായിട്ട് കരാറിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ചില ചാനലുകളും മറ്റും പ്രോഗ്രാം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നത്. ഇത് മറ്റൊരാൾ വന്നാൽ കിട്ടുമോ എന്നാണ് ധർമ്മജൻ ചോദിച്ചത്. അതിന് ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, മമ്മൂട്ടി മോഹൻലാലും ഒക്കെ അങ്ങോട്ട് മാറിക്കോട്ടെ, യുവതാരങ്ങൾ വരട്ടെ. അതും ധർമ്മജൻ പറഞ്ഞത് ഇവരാരും ഇല്ല എങ്കിൽ ഈ പറഞ്ഞ കണക്ക് ബിസിനസ് കാര്യങ്ങൾ ഒരു പ്രശ്നം തന്നെയാണ്, പക്ഷേ കുഞ്ചാക്കോവനെ പോലുള്ളവരെ നേതൃത്വത്തിൽ വരട്ടെന്നാണ് ധർമ്മജൻ പറഞ്ഞത്. അതിനെ വളച്ചൊടിച്ച് വേറൊരു രീതിയിലാക്കി. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിൽക്കുമ്പം ലാലേട്ടന് ഒരിക്കലും മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വന്ന്, കാര്യം ഇത് മാധ്യമത്തിലൂടെയാണ് നമ്മൾ അറിയുന്നത്. അപ്പം നമുക്കും ഈ ലാലേട്ടനെ പോലുള്ള സിനിമാ താരങ്ങൾക്ക് ഇടയ്ക്ക് നിൽക്കുന്നതാണ് മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. ഇവർ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നമ്മൾ വിശ്വസിക്കുന്നത്. കാര്യം ലാലേട്ടൻ പറഞ്ഞതായിരിക്കത്തില്ല അതേപോലെ നമ്മുടെ ഉള്ളിലേക്ക് പതിയുന്നത്. ഇവർ ഫ്ലാഷ് ന്യൂസ്, ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് എഴുതി കാണിക്കാൻ തുടങ്ങും. ലാലേട്ടൻ പറയുന്നത് വേറൊന്ന്, ലാലേട്ടൻ ഉദ്ദേശിക്കുന്ന വേറൊന്ന്, ഇവർ തന്നെ വളച്ചൊടിച്ച് കൊണ്ടെത്തിക്കുന്നത് മറ്റൊരു പരുവത്തിലായിരിക്കും. അപ്പം അതുകൊണ്ടായിരിക്കും ലാലേട്ടൻ തീർച്ചയായിട്ടും മാധ്യമങ്ങളുടെ മുമ്പിൽ വരാത്തത്. കാര്യം ഇനി അദ്ദേഹം തെറ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ മമ്മൂക്ക തെറ്റ് ചെയ്യാതെ ഇവരൊക്കെ മാധ്യമങ്ങളുടെ വേട്ടയാടലിന് ഇവരാരും നിന്നു കൊടുക്കേണ്ടെന്ന കാര്യമില്ലല്ലോ. അപ്പം മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഇത് പിഴിഞ്ഞ് ഊറ്റിയെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവരുടെ മാക്സിമം ഇതിൻ്റെ വ്യൂസ് കൂട്ടാനും മറ്റു കാര്യങ്ങൾ ഉയർത്താനും വേണ്ടിയിട്ടായിരിക്കും അവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ലാലേട്ടനെ പോലുള്ള ഒരാൾ അദ്ദേഹം വന്ന് വേട്ടയാടപ്പെടേണ്ടെന്ന യാതൊരു കാര്യങ്ങളുമില്ല. ആരൊക്കെയോ ചെയ്ത തെറ്റിന് നിയമപരമായിട്ടുള്ള നടപടി എടുക്കുവോ, ഈ പറഞ്ഞ കുറ്റാരോപിതരായിട്ടുള്ള ആരെങ്കിലും അറസ്റ്റ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും മമ്മൂക്കയ്ക്കായാലും ലാലേട്ടനായാലും മാധ്യമങ്ങളെ കാണുമ്പം പറയാം. അപ്പം ചോദിക്കും, പൃഥ്വിരാജ് പറഞ്ഞില്ലേ എന്ന്. പൃഥ്വിരാജ് പറഞ്ഞ വാർത്താ സമ്മേളനത്തിനകത്ത് അദ്ദേഹം പറഞ്ഞതിനകത്ത് മുഴുവനുള്ള ഇരട്ടത്താപ്പ് ഞാൻ മാത്രമല്ല മറ്റു പലരും അത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്ത് ബോധ്യപ്പെടുത്തി കഴിഞ്ഞ് ഇപ്പം എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിനകത്തുണ്ടായ ഒരു ഇരട്ടത്താപ്പ് നയം എന്താണെന്നുള്ളത് പൃഥ്വിരാജിന്റെ വാർത്താ സമ്മേളനം പൊളിച്ച് പലരും കാണിക്കുന്നുണ്ട്. അപ്പം വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ ആത്മാർത്ഥതയില്ലാതെ പറഞ്ഞിട്ട് പോകാൻ മമ്മൂക്കയെ ലാലേട്ടനെ കൊണ്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ഈ ലാലേട്ടനെ അല്ലെങ്കിൽ മമ്മൂക്കയെ അവരെ കുറ്റം പറയാതെ അവർ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്ന് നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവരുടെ വഴിക്ക് വിടുക. കാര്യം അവർ നല്ല കലാകാരന്മാരാണ്. അവരുടെ അത്തരത്തിലുള്ള ഒരു കാര്യം നശിപ്പിച്ച് കളയാതെ അവരെ വെറുതെ വിടുക. നല്ല സിനിമകൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ. അല്ലാതെ മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും വിമർശിക്കപ്പെടേണ്ടുന്ന ആൾക്കാരല്ല മമ്മൂക്കയെ ലാലേട്ടനെയും പോലുള്ളവർ. താങ്ക് യു.